സോറി, ഞാൻ അർജുൻ ആരാ എന്താണെന്നൊന്നും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതൊക്കെ. അർജുൻ എനിക്ക് മുൻപിൽ രാജീവായിരുന്നു, എൻ്റെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്ത്. പക്ഷെ ഈ കല്യാണത്തോടെ എനിക്ക് എൻ്റെ കുടുംബത്തെ നഷ്ടമായത്. എൻ്റെ അച്ഛനെ, അമ്മ, ആരേച്ചി. ഇനി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്ഥാനം ഈ പടിക്ക് പുറത്താ. അച്ഛനെയും കൂടി ചേർത്ത് ഞാൻ പറയുക, നിങ്ങൾക്ക് പോവാം. ഈ വീട്ടിൽ ഇടവില്ല രണ്ടാൾക്കും. എല്ലാം കഴിഞ്ഞ് ഇവിടെ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോഴാ രാജീവ് അർജുനാണെന്നും അഡ്വക്കേറ്റ് രാഘവനുണ്ണി അർജുന്റെ അച്ഛനാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ജീവിതം തന്നെ ഇവിടെ അവസാനിച്ചു പോയി. ഇനി അഞ്ജലി ഇല്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ പെണ്ണിനെ ഈ വീട്ടിൽ ആര് മനസ്സിലാക്കാനാ? എല്ലാം ഒരു നിയോഗാ കുഞ്ഞെ. എന്നായാലും നീ ഈ വീട്ടിൽ തന്നെ വന്നു കയറണമെന്നുള്ളത് ഒരു നിയോഗാ. ഇപ്പോഴാ ദൈവം അത് നിറവേറ്റിയതെന്ന് മാത്രം. മുത്തശ്ശി പറയുന്നത് മോൾക്ക് അങ്ങോട്ട് വ്യക്തമാകുന്നില്ലല്ലേ? എന്നാ കേട്ടോ, നിന്നെ ഈ ശംഖചക്രത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചത് ഞാനായിരുന്നു, ഈ ശിവശങ്കരി. അഞ്ജലി ശിവരാമകൃഷ്ണൻ, തിരുവാതിര നക്ഷത്രം. നിന്നെയാണ് ഞാൻ എന്റെ മൂത്ത കൊച്ചുമകൻ അഭിലാഷിന് വേണ്ടി ആലോചിച്ചത്. അതിനാണ് അന്ന് ആ തിരുമേനിയെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പെണ്ണന്വേഷിച്ച് പറഞ്ഞു വിട്ടത്. അമ്പലത്തിൽ വെച്ച് അഞ്ജലി മോളെ കണ്ടപ്പോഴാ ആ മുത്തശ്ശി എന്നോട് ഈ ആലോചനയുടെ കാര്യം പറഞ്ഞത്. വലിയ പണവും പ്രതാപവും കുടുംബമഹിമയൊക്കെ ഉള്ള വീട്ടുകാരാ. പയ്യന്റെ മുത്തശ്ശി ഉൾപ്പെടെ കുടുംബത്തിലെ എല്ലാവരും പഠിപ്പുള്ളവരാ. മുത്തശ്ശിക്ക് അഞ്ജലിയെ കണ്ട് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. സോറി മുത്തശ്ശി, എനിക്കിത് അറിയില്ലായിരുന്നു. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. ഈ തള്ളക്കിത് എന്തിന്റെ കേടാ? ഇവിടെ മനുഷ്യനെ അവളെ പുകച്ച് പുറത്ത് ചാടിക്കാൻ പെടാപ്പാട് പെടുമ്പോ ഇവര് പഴംപുരാണം വിളമ്പിക്കൊണ്ട് അവളെ അനുഗ്രഹിക്കാൻ നടക്കുന്നു. അന്ന് നീ വന്ന് കയറേണ്ട സ്ഥാനത്താ നിന്റെ ചേച്ചി അനുപമ ഈ വീട്ടില് വന്ന് കയറിയത്. ഈശ്വര, ഇവര് പഴയ ഫ്ലാഷ് ബാക്ക് മുഴുവൻ ഛർദിച്ചിട്ട് പോകുന്ന തോന്നുന്നു നശിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ മോളെ, എല്ലാം ഒരു നിയോഗം. ഈ ശംഖചക്രം തറവാട്ടില് തിരുത്തേണ്ടതിനെ തിരുത്താനും മെരുക്കേണ്ടതിനെ മെരുക്കാനും ഒതുക്കേണ്ടതിന് ഒതുക്കാനുമുള്ള നിയോഗം അതിന് നിനക്കാ. അഞ്ജലി നേരത്തെ പറഞ്ഞില്ലേ, ഈ കല്യാണത്തോടെ നിനക്ക് നിന്റെ കുടുംബം നഷ്ടമായി, എല്ലാം അവസാനിച്ചു എന്നൊക്കെ.
എന്നാ ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. എല്ലാം തിരുത്തി കുറിക്കാനുള്ള തുടക്കം. എന്റെ 16 അടിയന്തരമായിരിക്കും അവർക്ക് കുറിക്കാനുള്ളത്. തള്ളമാരുടെ ഒടുക്കത്തൊരു മോട്ടിവേഷൻ. എന്തായാലും നീ വിഷമിക്കണ്ട. ഈ വീട്ടിൽ രാവണന്മാര് മാത്രമല്ല, രാമലക്ഷ്മണന്മാരുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാം. സന്തോഷായിട്ടിരിക്കാൻ നോക്ക്. ഞങ്ങൾ പോയി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ. വാമേ. എന്താടി ഒരു മനോരാജ്യം? മുത്തശ്ശിയുടെ പുരാണം കേട്ടപ്പോ പഴയ പ്രണയകഥ തികട്ടി വരുന്നുണ്ടായിരിക്കും അല്ലേടി? ചേച്ചിക്ക് എന്താ വേണ്ടേ? വേണ്ടത് എനിക്കല്ല, നിനക്കല്ലേ? അർജുന്റെ ഭാര്യ എന്ന പേരും പേറി പഴയ കാമുകനോടൊത്തുള്ള ജീവിതം, അതല്ലേടി നിനക്ക് വേണ്ടതിപ്പോ? അനുചേച്ചി, ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ഇപ്പോഴും നിന്നെ മനസ്സിലിട്ട് നടക്കുന്ന അഭിലാഷ് എന്ന മനുഷ്യൻ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് നീ വലതുകാലി വെച്ച് കയറി വന്ന അയാളുടെ ഭാര്യയായ ഞാൻ പിന്നെ എന്ത് വേണം? എന്റെ ഭാഗ്യത്തിന് നീ വന്നു കയറിയ ഈ ദിവസം അഭിലാഷ് ഇവിടെ ഇല്ല. ബിസിനസ് ടൂറിനായി പോയിരിക്കുന്ന അഭി 2-3 ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. അഭി മടങ്ങി എത്തുമ്പോ പക്ഷെ നീ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ അനുജന്റെ ഭാര്യയുടെ പിന്നാലെ ഭ്രാന്തനായി അലയുന്ന ഏട്ടന്റെ തനി നിറം ഈ വീട്ടുകാർ മുഴുവൻ അറിയാം. ആളുകൾ നിന്നെ നോക്കി ചിരിക്കും, നിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. വീട്ടുകാരുടെ കാര്യം വിട്, നിന്റെ ഭർത്താവ് അർജുൻ ഇതറിഞ്ഞ എന്തായിരിക്കും സംഭവിക്കാന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ലൈഫ് അവിടെ തീരും. നിന്റെ മാത്രമല്ല, എന്റെയും. പിന്നെ നേരത്തെ ആ തള്ള പറഞ്ഞ പോലെ തിരുത്താനും മെരുക്കാനും ഒന്നും നിൽക്കേണ്ടി വരില്ല നിനക്കിവിടെ. സ്വയം എരിഞ്ഞു ഒടുങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, ഈ ശംഖചക്രം നിനക്ക് സ്വർഗമല്ല, നരകമായിരിക്കും തരുന്നത്. നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ ഈ അരക്കില്ലത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാ നിനക്ക് നല്ലത്. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ. കുറെ നേരമായില്ലേ മോൾ ഇവിടെ വന്ന് ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? അമ്മ എല്ലാം പറഞ്ഞു എന്നോട്. മോൾ ഈ ജ്യൂസ് കുടിക്കേ, തലയൊക്കെ ഒന്ന് തണുക്കട്ടെ. എനിക്ക് ജ്യൂസ് വേണ്ട, അർജുന മതി. ആ കൊള്ളാം, എനിക്ക് മോളുടെ കോമഡി ഇഷ്ടപ്പെട്ടു.
എനിക്ക് ജ്യൂസ് വേണ്ട, അർജുനെ മതി. അർജുനെ ആർക്കെങ്കിലും കുടിക്കാൻ പറ്റൂ? ജ്യൂസ് അല്ലേ കുടിക്കാൻ പറ്റൂ. മോളിതങ്ങ് കുടിക്കേ. ആ കേട്ടോ സേതു, ഞാൻ ശംഖുചക്രത്തിൽ ചെന്നപ്പോഴേ അവിടെ ഉള്ളവർ ഒരേ ചർച്ച. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നമ്മളെ അപമാനിച്ച അർജുനെ കൊണ്ടുവന്ന് മോളുടെ മുമ്പിൽ മാപ്പ് പറയിക്കണു. പാവം, അവനും അന്ന് ചെയ്തതിലൊക്കെ പശ്ചാത്താപമുണ്ട്. ചെറുപ്പത്തിന്റെ ഒരു എടുത്തുചാട്ടത്തിൽ ചെയ്ത ഒരു സാഹസമല്ലേ. നമുക്കും അങ്ങനെ അങ്ങ് കുറ്റം പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞല്ലേ, അവൻ വന്ന് മോളുടെ മുമ്പിൽ മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. എന്താ മോളെ, അച്ഛൻ പറഞ്ഞതല്ലേ ശരി? പിന്നല്ലാതെ ആ ഇവിടെ നമ്മുടെ കാർത്തിക് എന്തൊക്കെ വൃത്തികേടുകളാ കാണിച്ചു കൂട്ടുന്നത്. ആ അതൊക്കെ വെച്ച് നോക്കുമ്പോ അർജുൻ ജമ്മല്ലേ, നല്ല ഒന്നാന്തരം പവിഴമുത്ത്. പിന്നെ അവൻ എന്റെ അടുത്ത് വന്ന് മാപ്പ് പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഞങ്ങളെ ഈ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോഴേ ഈ വഴക്കുകളെല്ലാം ഞങ്ങൾ തന്നെ സന്തോഷത്തോടെ പറഞ്ഞു തീർത്തോളാം. അത് ശരിയാ. ഇന്നിപ്പോ മല പോലെ വന്ന് പേടിപ്പിച്ച് ടെൻഷൻ എടുപ്പിക്കുന്ന പലതും നാളെ ഒരു സമയത്ത് തമാശയായിട്ടേ തോന്നൂ. കറക്റ്റ്. അതുകൊണ്ട് കഴിഞ്ഞതിനെയൊക്കെ നമ്മൾ ഒരു തമാശയായിട്ട് തന്നെ അങ്ങ് കണ്ടാ മതി. മോൾ ഇപ്പൊ നോർമൽ അല്ലേ? ആ എങ്കി പോയി ഈ മുഖമൊക്കെ ഒന്ന് കഴുകി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ഇന്ന് അച്ഛനൊരു ബൊട്ടീക്കിന്റെ ഇനാഗുറേഷൻ ഉണ്ട്. മോളും കൂടെ വന്ന നല്ല കുറെ സെലക്ഷൻസ് കിട്ടും. വരുന്നുണ്ടോ കൂടെ? ആ പിന്നെ ഞാൻ വരാച്ച. സത്യം പറഞ്ഞ കുറച്ചു ദിവസമായി നന്നായിട്ടൊരു പർച്ചേസിംഗ് ചെയ്തിട്ട്. ഇതാവുമ്പോ റിഡക്ഷൻ കിട്ടുമെന്ന് ഉറപ്പല്ലേ? പിന്നെ 100%. ചെല്ല്, മോള് പോയി റെഡി ആയിട്ട് വാ. ശരി. ഈശ്വര, ഒരു കാർമേഘം പെയ്തൊഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്നാ വലിയ ടെൻഷൻ. പെണ്ണിന്റെ മനസ്സാ, കറക്കാനും പെയ്യാനും വലിയ കാരണമൊന്നും വേണ്ട. ഒടുവില പെയ്ത്തിൽ കുടുംബം തന്നെ ഒലിച്ചു പോവാതിരുന്നാ മതിയായിരുന്നു. മോളെ, എന്താ അമ്മായി? ഞാനൊരു കാര്യം പറഞ്ഞ മോള് കേക്കോ? എന്താ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മായി എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അല്ല, അത് പിന്നെ ശിവരാമേട്ടൻ നേരം വെളുത്തിട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അഞ്ജലി പോയ ശേഷം ഇപ്പൊ ഇങ്ങനെയാ. ഇന്നലെ രാത്രിയാണെങ്കിൽ ഒരുപാട് ഞാൻ നിർബന്ധിച്ചു കൊണ്ടിരുത്തിയപ്പോ 2 വറ്റ് കഞ്ഞി കുടിച്ചു. അത് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. ഞാൻ കഴിച്ചില്ലെങ്കിലോ ഒന്ന് പേടിച്ച്. ഇങ്ങനെ പോയ ആ മനുഷ്യൻ എവിടെയെങ്കിലും വാടി തളർന്നു വീഴും. ഇപ്പോഴാണെങ്കിൽ ഇവിടെ അഞ്ജലി കൂടെ ഇല്ല. നീയാണെങ്കിൽ ഈ അവസ്ഥയിലും. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ആയിപ്പോയാ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ മോള് ചെന്ന് അമ്മാവനെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കണം. ഞാൻ വിളിച്ചിട്ട് ഒട്ടും വരുന്നില്ല. അതുകൊണ്ടാ. അന്ന് അമ്മാവനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞപ്പോ ഞാനങ്ങനെ മോശമായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടാണോ അമ്മായി ഇപ്പൊ ഇങ്ങനെ മുഖവരായിട്ടൊക്കെ സംസാരിക്കുന്നത്? അത് പിന്നെ അന്ന് ആരോരും ഇല്ലാതെ അനാഥയെ പോലെ അഞ്ജലി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. അല്ലാതെ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല അമ്മായി. വാക്കുകൾ വാ വിട്ട് വന്നു പോയതാ. അമ്മായി എന്നോട് ക്ഷമിക്കണം. അയ്യോ മോളെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മായിയെ. അമ്മായി ഭക്ഷണം എടുത്ത് വെക്കേ, ഞാൻ അമ്മാവനെ വിളിച്ചിട്ട് വരാം.
നല്ല പോസ്. മകളുടെ ഓർമ്മകളിൽ അച്ഛന്റെ മൗന നൊമ്പരം എഴുതി സോഷ്യൽ മീഡിയയിൽ ഇടട്ടെ ഞാൻ. അപ്പോഴേ ഭക്ഷണവും മരുന്നും ഒന്നും സമയത്ത് കഴിക്കാതെ അമ്മാവൻ ഇത് ആരെ തോൽപ്പിക്കാനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. മോള് തന്നെയാ ചോദിക്കുന്നെ. അമ്മാവൻ അതിന് ഉത്തരം പറഞ്ഞു തന്നാ മതി. ആരെയും തോൽപ്പിക്കാനോ വാശി തീർക്കാനോ ഒന്നുമല്ല ഞാൻ. എല്ലാം അവസാനിച്ചു കഴിഞ്ഞില്ലേ. ഇനി എന്ത് കഴിച്ചെന്ത് ജീവിക്കാനാ? എന്റെ 2 പെൺമക്കളും പോയി. അവരവർക്ക് ഇഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കാൻ. 2 പേരും ഈ അച്ഛനെ മറന്നു, അമ്മയെ മറന്നു, ഈ വീടിനെ മറന്നു. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി, അമ്മാവന്റെ ഈ മകൾക്ക് വേണ്ടി. ഞാൻ മറന്നിട്ടില്ലല്ലോ നിങ്ങളെ ആരെയും. മോളെ, അതെ, ഈ മോള് തന്നെയാ. ഈ മോളുണ്ട് ഇവിടെ, അമ്മായിയുണ്ട്, അമ്മയുണ്ട്. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അമ്മാവന്റെ ഒപ്പമുണ്ട്. പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത ചിന്തകള്? അമ്മാവൻ വാ, അമ്മായി ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. പ്ലീസ്, എനിക്ക് വിശക്കുന്നു. ശരി, വാ കഴിക്കാം നമുക്ക്. നീയും ഇരിക്കും ശ്യാമളെ. നീയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. എനിക്ക് പിന്നീട് മതി. ആദ്യം ശിവരാമേട്ടൻ കഴിക്കേ, ഗുളിക കഴിക്കാനുള്ളതല്ലേ. ദാ. ആ, കഴിക്കേ. ദാ. ആ. നിങ്ങൾ കഴിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കിയേനെ. കഴിക്കേ, വയറ് നിറച്ച് കഴിക്കേ. കഴിക്കേ. വലിയ ഉപകാരം. മോന്റെ കല്യാണക്കാര്യം ഞാൻ ശരിയാക്കാം കേട്ടോ. ഞാൻ വിളിക്കാം. ശരി. ആരും കാണുന്നില്ലല്ലോ. ആരുമില്ലേ? ഓയ്, ഇവിടെ ആരുമില്ലേ? ആരുമില്ലേന്ന്. ഓയ് ഓയ്, ഇതെന്താ ഈ നേരത്തൊരു മീൻകാരൻ? ഓ, നിങ്ങളായിരുന്നോ? അതെ, ഞാൻ തന്നെ, ബ്രോക്കർ ശശാങ്കൻ. പുറത്താരെയും കാണാത്തപ്പോ ഞാൻ കരുതി ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന്. പുറത്താളില്ലെങ്കിലും അകത്താളുണ്ട്. വാതില് തുറന്നടക്കുന്നത് താൻ കണ്ടില്ലേ? ഓ, ആ, ശശാങ്കൻ വന്ന കാര്യം പറ. അതെ, നമ്മുടെ അഞ്ജലി മോൾക്ക് പറ്റിയൊരു ആലോചന വന്നിട്ടുണ്ട്. നമ്മുടെ അഞ്ജലി മോളോ? അതല്ല, ഈ വീട്ടിലെ അഞ്ജലി മോള്. പയ്യന് എന്നറിയാ, വിദേശത്ത് പണം കൊയ്യുന്ന മുതല്. കെട്ടുകഴിഞ്ഞ ആള് പിറ്റേന്ന് പെണ്ണിനെ കൊണ്ടങ്ങ് പോവും. എല്ലാം ഒത്തു വന്നാ ചിലപ്പോ പെണ്ണിന്റെ വീട്ടുകാരെയും കൊണ്ടങ്ങ് പോവും. ബടാ ടീമാ, പൂത്ത കാശല്ലേ കയ്യിലിരിക്കുന്നത്. താൻ എന്തോന്ന് പറഞ്ഞാലും ഇവിടെ ഒരു പൂത്ത കാശുകാരനും കൊടുക്കാൻ പെണ്ണില്ല. പെണ്ണില്ലേ? എവിടെ പോയി? കേസിന്റെ കാര്യം നോക്കാൻ വല്ല യാത്രയോ മറ്റോ? അല്ലെങ്കിൽ വേണ്ട, പയ്യൻ അടുത്ത ആഴ്ചയെ നാട്ടിലെത്തും. എടോ, പെണ്ണ് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാ പെണ്ണ് സ്ഥലത്തില്ലാന്നല്ല. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. എപ്പോ? അല്ല, എന്നിട്ടെന്താ നിങ്ങൾ എന്നോടൊരു വാക്ക് പറയാത്തത്? അതിന് കെട്ട് കഴിഞ്ഞ കാര്യം ഞങ്ങൾ തന്നെ അറിഞ്ഞു കഴിഞ്ഞ ദിവസം. പിന്നെങ്ങനെ ഞങ്ങൾ തന്നോട് പറയും?
ഏതായാലും തന്റെ സേവനം ഇനി ഈ വീട്ടിൽ ആവശ്യമില്ല. ആരാ ശ്യാമള? ഞാനാ ശശാങ്കനാ. ശശാങ്കനാ. ശശാങ്കനോ? അഞ്ജലിക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നതാ. എടോ, തന്നോടല്ലേ പറഞ്ഞത് ഇവിടെയുള്ള ഞങ്ങളുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞു, ഇവിടെ ഇനി തന്റെ സേവനം ആവശ്യമില്ലാന്ന്. താൻ പൊയ്ക്കോ, ഇനി വരണ്ട. ഓ, ശശാങ്കനൊന്ന് നിന്നേ. നല്ല ആലോചനകൾ വല്ലതും ഉണ്ടെങ്കിൽ വിട്ടുകളയണ്ട, നമുക്ക് നോക്കാം. ഓ, ഈ മനുഷ്യന് എന്ത് ഭാവിച്ചാ? ഇനി എന്നെ എങ്ങാനും വീണ്ടും കെട്ടിച്ചുവിടാൻ വല്ല പ്ലാനും ഉണ്ടോ നിങ്ങക്ക്? അയ്യോ, അങ്ങനെ മറ്റൊരാളെ ദ്രോഹിക്കുന്ന കാര്യമൊന്നും ഈ സാറ് ചെയ്യില്ല. സാറേ, സാറ് പറ, ഇനി ആർക്ക് വേണ്ടി ആലോചന കൊണ്ടുവരുന്ന കാര്യമാ സാറ് പറയുന്നേ? അതെ, അത് തന്നെ ഞാൻ ചോദിച്ചത്. എടി ശ്യാമളെ, നമ്മുടെ 2 മക്കളുടെ കല്യാണമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കല്യാണം കഴിക്കാനായിട്ട് ഒരു മോള് കൂടി ഇല്ലേ ഈ വീട്ടില്? ഞാൻ പറഞ്ഞത് നമ്മുടെ ആര്യമോളുടെ കാര്യ. ആ, ദേ കണ്ടില്ലേ? താനിപ്പോ കൊണ്ടുവന്ന ഈ ആലോചനയായാലും മതി. താൻ പയ്യൻ വീട്ടുകാരോട് ഈ ആര്യമോളുടെ കാര്യം ഒന്ന് സംസാരിക്കേ. ഓ, അതിനെന്താ? അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ നടത്താന്നേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശശാങ്ക, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. കെട്ടുന്ന പയ്യൻ എന്റെ ആര്യമോളെ പൊന്നുപോലെ നോക്കണം. ഞങ്ങൾക്കിനി ഈ വീട്ടിൽ ഒരു മോളെ ബാക്കിയുള്ളൂ, അതുകൊണ്ടാ. ഓ, അതിനെന്താ? ഇത് അനുപമ ചേട്ടത്തിയും അഞ്ജലി അനുജത്തിയും കൂടി പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം നടപ്പാക്കിയ പദ്ധതിയാണെന്നാ എന്റെ സംശയം. മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? എന്റെ നാഗദൈവങ്ങളെ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. അവൾക്ക് ആപത്തൊന്നും വരുത്തരുത്.